സുലോചനയോട് ചോദിച്ചോക്കാം. അവിടെ പാലില്ലല്ലോ, ഇതെന്താ ചെയ്യാ? വീട്ടിലാണെങ്കിൽ വിരുന്നാരും ഉണ്ട്. എന്തു പറ്റി മാളു, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അതിന് ചേട്ടാ പാലില്ല, ചായക്ക് എന്താ ചെയ്യാ? അതിനാണോ? ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. നീ എന്തിനാ വിഷമിക്കുന്നേ? ശരി ചേട്ടാ, പിന്നെ പാല് മാത്രല്ല കേട്ടോ, എന്റെ സ്നാക്സും വാങ്ങിയേക്ക്, വിരുന്നാരൊക്കെ ഉള്ളതല്ലേ. ശരി മാളു. ഓരെപ്പോഴാ വരിക ആർക്കറിയാ. മക്കളെ പോയി വിളിച്ച് മാറ്റി നിൽക്കാൻ പറയാം. അയ്യോ, ഈ മീനെന്താ താഴെ കിടക്കുന്നേ? മീരേ, മീരേ, ഞാനൊന്ന് കൊല്ലടി പിങ്കി നിന്നെ. മീര എണീറ്റേ. അയ്യോ, എന്താ അമ്മേ? അല്ല ഞാനിങ്ങനെ ഇവിടെ നിലത്തെത്തി. ആ ഇതന്നെ ഞാൻ ചോദിക്കാൻ വന്നേ. അല്ല അമ്മ, ഇവരെന്താ ഓട്ട മത്സരത്തിന് പോവേ? നല്ല ഉറക്കത്തിലാ. നല്ല പാവാ, ബാക്കിയുള്ളവർ ചവിട്ടി നിലത്തിട്ടിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നേ. മോട്ടു, എന്താ അമ്മേ? എണീക്ക് മോനെ. മോട്ടു, ഒന്ന് മാറി ഇന്ന് അമ്മ, ഞാൻ വിളിച്ച് കാണിച്ചു തരാം. ഞാൻ പേടിപ്പിച്ചല്ല, അമ്മ എന്നോട് പറഞ്ഞ നിന്നെ വിളിക്കാൻ. ആടാ മോനെ, നിന്നെ എങ്ങനെ വിളിക്കാന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. അപ്പൊ നിന്റെ ചേച്ചി പറഞ്ഞ ഐഡിയ അത്. അപ്പൊ അമ്മ എന്നെ കേട്ടില്ലേ? രണ്ടാളും വേഗം പോയി പല്ല് വെച്ച് കുളിച്ചു നിന്നേ, കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമുക്ക്. ആരാ അമ്മേ? അച്ഛൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ ആരുടെ ഫാമിലി ഒക്കെ ഉണ്ട്. ചെല്ലേ, വേഗം പോയി കുളിച്ച് മാറ്റി വെക്ക്. ശരിയല്ലേ? ആ ചേച്ചിക്ക് മുന്നേ ഞാൻ ബാത്റൂമിൽ എത്തിയല്ലോ, ഇനി കുറച്ചു നേരം വിസ്താരമായി കുളിക്കണം. ആ വന്ന് വന്ന് വാ, ഡോറ് തുറക്കാം. അകത്തേക്ക് വാടാ കൃഷ്ണ. ആടാ, നിനക്ക് സുഖല്ലേ? ആടാ, സുഖായിരിക്കുന്നു. എവിടെ നിന്റെ ഭാര്യയും മക്കളും ഒക്കെ? അവരിപ്പോ വരും. എവിടെ മൂത്താളെ കാണാനില്ലല്ലോ? പണ്ടെങ്ങാനും കണ്ടോ ചെക്കനെ? അവൻ കാറ് വർക്ക് ചെയ്യാൻ പോയത്, അപ്പൊ വരും. ആണോ? ഡ്രൈവൊക്കെ ചെയ്യോ? ആ, ഓടിക്കാനൊക്കെ അറിയാം. നീ നിന്ന കാലിൽ നിക്കാതെ പോന്ന് ഇരിക്കടാ. ഇരിക്കടാ മോനെ. ആ അങ്കിളെ, കുഴപ്പമില്ല. ഹായ് അങ്കിൾ. ഹായ് മോനെ, കൊറേ കാലമല്ലോ കണ്ടിട്ട്. ആ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മോനെ ഇരിക്കടാ. അല്ലടാ, നിന്റെ മക്കളൊക്കെ ഇവിടെ കാണാനില്ലല്ലോ. ആ മോനെ, സുഖല്ലേ? ആടാ, എനിക്ക് ഭയങ്കര സുഖ. എടാ സൂരജെ, നിന്റെ അതേ പ്രായം മോട്ടുവിനും, പോയി പരിചയപ്പെടറാ. ഹായ് മോട്ടു, ഐ ആം സൂരജ്. ആ ശരിടാ. അങ്കിൾ എവിടെ വാഷ് ബേസിന് എവിടെയെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് കൈ കഴുകാനായിരുന്നു, എന്റെ കയ്യില് വരുമ്പോ തിരി ചളി ഏതാ. ആടാ മോനെ, ഇവിടുന്ന് അപ്സ്റ്റെയർ കയറിയ നേരെ കാണുന്ന വാഷ് ബേസിനാ. ഞാൻ കൂടെ ശരി. ഓക്കെ അങ്കിളെ, താങ്ക്സ്. കൈ നിറയെ ചളിയാണ്, എത്ര വെച്ച് കഴുകുക. ആ ഇയാളെങ്ങോട്ട് നോക്കിട്ടാ നടക്കുന്നേ? ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ. ഹായ്, ഐ എം ഹരി. ഓക്കെ ഓക്കെ. അല്ലടാ മോട്ടു, ഇവൻ ഒറ്റയ്ക്കാണോ? അല്ല ചേച്ചി, ഈ ചേട്ടന്റെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്. അല്ല, ഇയാൾക്ക് നീ ചോദിക്കണേ, എന്നോട് ചോദിച്ചാ പോരെ? അവനോട് നീ ചോദിക്കാൻ നിൽക്കുന്നേ? അതെ, ഓൻ എന്റെ അനിയനാ. പിന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ആരോട് ചോദിക്കണം. ഇയാളെന്താ എന്നെ പഠിപ്പിക്കാൻ വരുന്നേ? ഞാൻ ആരെയും പഠിപ്പിക്കാൻ വരുന്നില്ലേ. പോയിക്കൂടെ? ഇയാള് മാറി തരാണ്ട് എനിക്ക് പറന്നു പോകാനുള്ള കഴിവൊന്നുമില്ല. താങ്ക്സ്. എന്തൊരു ജാടയാടാ പോയ സാധനത്തിന്. ആ ചേട്ടന് മാത്രമേ ജാടുള്ളൂ, അത് അനിയൻ ഇങ്ങനെയൊന്നല്ല. അതിന് അവന്റെ അനിയനെ നീ പരിചയപ്പെട്ടോ? പിന്നെ നമ്മളിപ്പോ കട്ട ചങ്സ് അല്ലേ. ആ, എന്നിട്ട് എവിടെ നിന്റെ കട്ട ചങ്ക്? ഓ, അവന്റെ അമ്മേന്റെ അടുത്തുനിന്ന് പോയതാ. ശരി, നീ ചേച്ചീനെ അമ്മ വിളിക്കണ്ടായിരുന്നു. ആ പോവാ. ഓ, എന്തൊരു ചാടയാ സാധനത്തിന്. എനിക്കുണ്ട് കുറെ ഫ്രണ്ട്സ്, പക്ഷെ അവർക്കൊന്നും ഇത്ര ചാടല്ല. പൊന്നോ,
മേ ഐ കമിൻ? ഓ ഇയാളോ? ഇയാളെന്തിനാ എന്റെ റൂമിലേക്ക് കയറിയെന്നേ? എന്നെ പറ്റി കുറ്റം പറയാ തോന്നുന്നു. അതെ, ഇയാൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പൊ നോക്ക്, ഇപ്പൊ ആർക്കാ ചാടാ? ഇപ്പൊ എനിക്കാണോ ചാടാ അതോ തനിക്കാണോ ചാടാ? ഇയാളിപ്പോ എന്തിനാ എന്റെ റൂമിലേക്ക് കയറിയെന്നേ? അയ്യോ, ഞാൻ ഇയാളെ കാണാനൊന്നും വന്നതല്ലേ. ഇയാളെ അമ്മ താഴെ വിളിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു ഒന്ന് വിളിച്ചിട്ട് വരാൻ, അതിനു വേണ്ടി വന്നതാ. ഓ ആയിക്കോട്ടെ, എനിക്കും ചെവി ഉണ്ട് കേൾക്കാൻ. ഞാൻ പോയിക്കോളൂ, ഇയാളെ ശുപാർശ വേണ്ട. എന്ത് ചാടേടോ തനിക്ക്? എനിക്ക് ഇത്തിരി ജാട കൂടുതലാ, സഹിക്കാൻ പറ്റുകയാണെങ്കിൽ സഹിച്ചാൽ മതി. മാറി അങ്ങോട്ട്. ഓ മാഡം പോയാട്ടെ.